യിൽ മരിച്ച കോഴിക്കോട് കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരനോട് മലബാർ മെഡിക്കൽ കോളേജ് കാണിച്ചത് കൊടും ക്രൂരതയെന്ന് പരാതി. കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ അനുവദിച്ചില്ല. മൊബൈൽ ICU ആംബുലൻസ് വിട്ടു നൽകിയില്ല. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചു. ബില്ല് അടപ്പിച്ച ശേഷമാണ് കുഞ്ഞിന്റെ മരണവിവരം അറിയിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. കാപ്പാട് കണ്ണങ്കടവ് സ്വദേശി നൌഷാദിന്റെ മകൻ മാഫിൻ ഇറാഷാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. ആകാശ് തരത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിലാണ് 2 വയസ്സുകാരൻ വീട്ടിലെ ഒരു കുഴിയിൽ വീണ് അകപ്പെടുകയും അതിനുശേഷം ചികിത്സയ്ക്കായി ആദ്യം കാപ്പാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിക്കുന്നത്. 2 വയസ്സുകാരനായിരുന്നു. പിന്നീട് അതിനുശേഷം മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചു. ഏകദേശം രാത്രിയോടെ ഈ ബിൽ തുകയായിട്ടുള്ള 38,000 രൂപ അടച്ചതിന് ശേഷമാണ് ഈ കുട്ടി മരിച്ച കാര്യം ഈ കുടുംബത്തെ തന്നെ ഇവർ അറിയിക്കുന്നത്. അതിനാൽ തന്നെ കുടുംബം ഈ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിലെ തന്നെ ആൾ നമ്മളോട് സംസാരിക്കും. ചേട്ടാ, എന്തായിരുന്നു ആ സംഭവം? ഇന്നലെ ഇവിടെ വരുമ്പോൾ കുഞ്ഞിന് തീരെ സുഖമില്ലാതെ മറ്റൊരു കൊണ്ടുവന്ന് ഞാൻ ഇവിടെ മാറ്റാതെ പറഞ്ഞു. കുഞ്ഞിനെ മാറ്റാതെ പറയാൻ ചികിത്സ കണ്ടീഷൻ മാറ്റാൻ പറ്റില്ല, മാറ്റി നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് പറഞ്ഞാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പറഞ്ഞാലും പറഞ്ഞ് അത് അവർ സജ്ജയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വണ്ടി ഉണ്ടെന്ന് വെച്ചാൽ ആംബുലൻസ് ഉണ്ടോയെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അവർ വലിയ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉന്നൊരാഴ്ചയിൽ കോഴിക്കോട് നിന്ന് ആംബുലൻസ് വരണമെന്ന് പറഞ്ഞു, മിംസിൽ നടന്നെങ്കിൽ വരണമെന്ന് പറഞ്ഞു. അത് നടക്കുന്ന അങ്ങനെ നമ്മൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു, കൊണ്ടുവരാതെ പറഞ്ഞു. ജോലി പറഞ്ഞു ഇപ്പോൾ കണ്ടീഷനിൽ പോകാൻ പറ്റില്ല പറഞ്ഞു. കണ്ടീഷനിൽ കുഞ്ഞിനെ ഇറക്കിക്കൊണ്ടെങ്കിൽ വല്ല പ്രശ്നം വരും, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഒരു മിടുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നിപ്പിച്ചു വിടാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് ശരിയാന്ന് പറയുന്നത്. പിന്നെ രാത്രി ആരാ പറയുന്നത്, പിന്നെ പ്രശ്നമായി സംഭവം. കാരണം ഒന്നും പറയുന്നില്ല അവരിങ്ങനെ. രാത്രി 8-9 മണി വരെ സംഭവം പറഞ്ഞ് ആൾ പറഞ്ഞിങ്ങനെ ആൾ വേറെ കൊണ്ടുപോകാമെന്ന് നിർബന്ധിച്ച് പ്രശ്നമാക്കി നിങ്ങൾ കൊണ്ടുപോയിക്കുമെന്ന് പറയുന്നത്. എന്നാലും അവർ പറയുന്നത് ആംബുലൻസ് തരാമെന്ന് പറയുന്നത്. പകലില്ലാത്ത ആംബുലൻസിൽ രാത്രി വരുന്നത്, രാത്രി തരാമെന്ന് പറയുന്നത്. അങ്ങനെ ആംബുലൻസ് സജ്ജീകരാക്കിയാൽ ബില്ലെടുക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ബില്ലടിച്ചിട്ടാണ് ഇവർ ആംബുലൻസ് തരാമെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ കുഞ്ഞും പോയിന്നും പറയുന്നത്. 2 ഇവർ തന്നെ പറയുന്നത്. പൈസ എല്ലാം കിട്ടി എല്ലാം കഴിഞ്ഞാൽ പറയുന്നത് മോനങ്ങ് പോയിക്കുന്നു. അത് തന്നെയാണ് കുട്ടി ആശുപത്രിയിൽ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആംബുലൻസ് ഇല്ലെന്ന് പറഞ്ഞതു. പിന്നീട് രാത്രിയിൽ ആംബുലൻസ് ഇവിടെ ഉണ്ടാകുകയും അതിൻ്റെ ഉൾപ്പെടെയുള്ള ബില്ല് അടച്ചതിന് ശേഷം ഇവിടെ നിന്ന് കുട്ടിയെ മാറ്റുന്നതിനിടയിലാണ് ഇപ്പോൾ മരണപ്പെട്ടൊരു കാര്യം കൂടി ഇവരോട് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളെ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് തുടർച്ചയായിട്ടുണ്ടാവുകയാണ്. ഒരു കുട്ടിയോടുള്ള ഒരു ക്രൂരതയാണ് ഈ മലബാർ ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, അതിന് മുന്നേയും പല മെഡിക്കൽ നെഗ്ലിജൻസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജനപ്രതിനിധി എന്ന് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ഒരു സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റൽ എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇന്ന് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ വരുന്ന രോഗികളോട് യാതൊരുവിധ കൂറും വിധേയത്വവും പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ മരണപ്പെട്ട കുട്ടി 2 വയസ്സുള്ള ഒരു കുട്ടിയെ ഇന്നലെ വെള്ളക്കെട്ടിൽ വീണിട്ട് രാവിലെ ഏതാണ്ട് 10 മണി സമയത്താണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർ നിരന്തരമായിട്ട് ഇവരോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് മറ്റെവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം കുട്ടിയെന്നാണ്. അപ്പോൾ സാങ്കേതികമായ ചില നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് കുട്ടിയെ മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് രാത്രി ഏതാണ്ട് 9 മണി സമയം വരെ ഇവിടെ പിടിച്ചു നിർത്തി. ICUവിൽ ഒരു രോഗി കിടക്കുന്ന സമയത്ത് അവരുടെ ബൈസ്റ്റാൻഡർ പുറത്ത് നിൽക്കുകയാണ്. പക്ഷേ അവരെ അറിയിക്കാതെ ആ രോഗിനെ ഇവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പിന്നെ ആ ബൈസ്റ്റാൻഡറെ വിളിച്ച് പറയുന്നത് നിങ്ങളെ ഭാര്യ മരണപ്പെട്ടു എന്ന് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഈ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ എത്തിക്സും ഇല്ലാത്ത, പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ഒരു മെഡിക്കൽ മൂല്യങ്ങളും ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ഇത് നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ മരണം തന്നെ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. നടപടികൾ ഉണ്ടാകും തീർച്ചയായിട്ടും. ഞങ്ങൾ കഴിഞ്ഞ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഉള്ളിയേരിയിൽ ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ വിഷയമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുതന്നെയാണ് ഇനി ഇതുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ കുട്ടിയുടെ മൃതദേഹം ഈ ആശുപത്രി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ വിജീഷിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.